ഹലോ ഓൾ, ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിലെ മോഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണത്. പാർട്ട് 1 ആദ്യം എല്ലാവരും കാണുക, എന്നിട്ട് പാർട്ട് 2ലേക്ക് വരിക. ഇത് നമ്മുടെ എക്സ് ആൻഡ് വൈൻ്റെ ഒളിമ്പ്യാഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഈ വർഷം NSCJS എഴുതാൻ പോകുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഓർ ഫ്രണ്ട്സ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ഒളിമ്പ്യാഡ് ചാനൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ഓൺ സ്ട്രെയിറ്റ് റെയിൽസ് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എ ട്രെയിൻ ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി V. Suddenly a wagon breaks away from the train. The train continues to move with the same velocity while the wagon moves with constant retardation. ഒരു ട്രെയിനിൽ നിന്നും ഒരു വാഗൺ, ഓക്കെ, ഒരു ബോഗി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു കോച്ച് എന്ന് പറയാറുണ്ട്, ഒരു വാഗൺ എന്ത് ചെയ്യാണ്, ഡിറ്റാച്ച്ഡ് ആയി. ട്രെയിന് നേരത്തെ ഉണ്ടായിരുന്ന ആ സെയിം സ്പീഡ്, ആ കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ പോയി. എന്നാൽ ഈ വാഗൺ എന്ത് ചെയ്തു, നമുക്കറിയാം ആ വാഗൺ ആ റെയിലിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് റിട്ടാർഡേഷൻ ഉണ്ടായിരിക്കും. അതിന് പിന്നെ ആ സ്പീഡിൽ കൊണ്ടുപോകാൻ ട്രെയിനിൻ്റെ എഞ്ചിനില്ല. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ബ്രേക്കിംഗ് അവേ ഫ്രം ദ ട്രെയിനിൽ നിന്നും ഡിറ്റാച്ച് ആയതിനു ശേഷം ദ വാഗൺ കവേഴ്സ് D1 ഡിസ്റ്റൻസ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അപ്പോൾ ആ വാഗൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് കുറഞ്ഞു വന്നു. എന്നിട്ട് എന്തായി, സ്പീഡ് കുറഞ്ഞു വന്നിട്ട് അത് റെസ്റ്റിലെത്തി അവസാനം. ആൻഡ് ദ ട്രെയിൻ കവേഴ്സ് D2 ഇൻ ദ സെയിം ഡ്യൂറേഷൻ. D1/D2 എത്രയാണ്? സോ ഒരു ക്വസ്റ്റ്യൻ, അതിൽ D1 ഉം D2 എന്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ D1 നമുക്ക് എങ്ങനെ എഴുതാം, മാത്തമാറ്റിക്കലി എങ്ങനെ നമുക്ക് D1 എഴുതാം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ലെറ്റ് U be the speed, okay, before the wagon ബ്രേക്സ് അവേ. ആ വാഗണ് ഡിറ്റാച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ ട്രെയിനിൻ്റെയും വാഗണിൻ്റെയും ഒക്കെ സ്പീഡ് U ആണെന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, ട്രെയിനിൻ്റെയും വാഗണിൻ്റെയും ഒക്കെ സ്പീഡ് എത്രയാണ്, U ആണെന്ന് എടുക്കാം. റൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ വാഗണിൻ്റെ കാര്യമാണ്. റൈറ്റ്, വാഗണിൻ്റെ D1 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വാഗണിനെ കുറിച്ച് നോക്കുമ്പോൾ വാഗണിൻ്റെ ജേണി നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഗണിൻ്റെ ഇനീഷ്യൽ സ്പീഡായിട്ട് U ഉണ്ട്. പിന്നെ ഫൈനൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ആൻഡ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് D1 ആണ്. ഓക്കെ, ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് D1 ആണ്. സിമിലർലി ട്രെയിനിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് U, അത് കോൺസ്റ്റന്റ് സ്പീഡ് എപ്പോഴും U തന്നെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ട്രെയിൻ ഈ സമയം കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് T2 ആണ്. നമുക്ക് ഈ D1 ഉം D2 തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ വാഗണിൻ്റെ റിട്ടാർഡേഷൻ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ വാഗണിൻ്റെ റിട്ടാർഡേഷൻ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ല. പക്ഷേ ട്രെയിനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണെന്നാണ് പറയുന്നത്. അതായത് ബ്രേക്കിംഗ് അവേ കഴിഞ്ഞതിന് ശേഷം വാഗൺ റെസ്റ്റിലെത്തുന്നതും അതുപോലെ തന്നെ ട്രെയിന് D2 കവർ ചെയ്യുന്നതും സെയിം സമയത്താണ്, ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ടൈം ഈസ് സെയിം ഫോർ ആർക്കൊക്കെ, ഫോർ വാഗൺ ആൻഡ് ട്രെയിൻ. അതാണ് ഇവിടുത്തെ ക്രൂഷ്യൽ ഐഡിയ. ഈ D1 D2 കവർ ചെയ്യാൻ വാഗൺ എടുത്ത സമയവും ട്രെയിൻ എടുത്ത ടൈമും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയം ട്രെയിനിൻ്റെ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്കത് കിട്ടും. കാരണം ട്രെയിൻ യൂണിഫോം സ്പീഡിലാണ് പോകുന്നത്. യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ടൈം എങ്ങനെ കണ്ടുപിടിക്കുക, ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡാണ്. ഓക്കെ, ഈ സമയം തന്നെയാണ് ഇയാൾക്കും വരാൻ പാടുള്ളൂ. അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ T ഇൻ ടേംസ് ഓഫ് D2 കിട്ടി. സോ D1ൻ്റെ റിലേഷൻ ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് D1 എഴുതാം, U V D ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് Tയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ, Tയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യും, UT plus half AT² ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, റൈറ്റ്? UT plus half AT² നോക്കാം. UT plus half AT² വെച്ചിട്ട് നമുക്ക് D1 എന്ന് എഴുതി നോക്കാം. സോ D1ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം D1ൻ്റെ ഇനീഷ്യൽ സ്പീഡ് ഉണ്ടായിരുന്നത് വാഗണിൻ്റെ ഇനീഷ്യൽ സ്പീഡ് U ആണ്. വാഗൺ ട്രാവൽ ചെയ്ത സമയം ട്രെയിനിൻ്റെ അതേ സമയമാണ്. സോ D2/V എന്ന് കൊടുക്കാം, D2/U എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് ഹാഫ് A ഇൻറ്റു T². T എന്ന് പറഞ്ഞാൽ D2/U. ഓക്കെ, D2/Uൻ്റെ സ്ക്വയർ. ഇപ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ എൻഡ് ഗോൾ എന്ന് നമ്മുടെ മനസ്സിൽ വേണം. D1/D2 എന്നുള്ള ഫ്രാക്ഷൻ കണ്ടെത്തലാണ് നമ്മുടെ ഗോൾ. പക്ഷെ അവിടെ A ഉണ്ടാവാൻ പാടില്ല. എഗെയിൻ പ്രശ്നമാണ്. എനെയും കൂടെ നമ്മൾ മാറ്റണം. എനെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ വാഗണിൻ്റെ കേസിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് V-U/T ആണ് അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സിലറേഷൻ ഓഫ് ദ വാഗൺ നമുക്ക് മാറ്റി എഴുതാം. സോ ദാറ്റ് ഈസ് 0
മൈനസ് ഫൈനൽ വെലോസിറ്റി 0, അത് റെസ്റ്റിലെത്തി, u ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ദാ d2/u. മനസ്സിലായോ? d2/u ആണ്. ക്ലിയർ? സോ ആക്സിലറേഷൻ ഓഫ് ദ വാഗൺ ഇസ് u² ഡിവൈഡഡ് ബൈ d2 എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ഈ u and u ക്യാൻസൽ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ വാഗൺ ട്രാവൽ ചെയ്തിട്ടുള്ള d1 ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ u and u ക്യാൻസൽ ആയിട്ട് ദാറ്റ് ഇസ് d2 പ്ലസ് ഹാഫ് ഇൻറ്റു, ഓക്കെ, 0 മൈനസ് യു, ഇവിടെ മൈനസും കൂടെ ഉണ്ടാവും കേട്ടോ, 0 മൈനസ് u ബൈ d2/u, അതാണ് നമ്മുടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഓഫ് ദ വാഗൺ. ദാറ്റ്സ് മൈനസ് u² ബൈ d2. കറക്റ്റ് ആണ്, മൈനസ് വരാൻ കാരണം റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ്. സോ മൈനസ് u² ബൈ d2 മൾട്ടിപ്ലൈഡ് ബൈ d2/uന്റെ സ്ക്വയർ, t² ആണത്. ഓക്കെ, സോ ദാറ്റ്സ് d2² ഡിവൈഡഡ് ബൈ u². അവിടുന്ന് u²ഉം ക്യാൻസൽ ആവുന്നു. സോ d1 ഈക്വൽ ടു d2 മൈനസ് ഹാഫ് d2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു d2/2 അല്ലേ? d2 ഡിവൈഡഡ് ബൈ 2, d2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, d2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഫൈൻ. യെസ്, അപ്പോൾ d1 ഈക്വൽ ടു d2 ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ വാട്ട് ഈസ് d1/d2? അങ്ങനെയാണെങ്കിൽ d1/d2 ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോൾ എന്താണ്? d1 ഡിവൈഡഡ് ബൈ d2 എന്നുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചത്. ആൻസർ ഇസ് 1/2. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? ഒരു ട്രെയിന് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ഒരു വാഗൺ, ഒരു ബോഗി എന്ത് ചെയ്തു? ഡിറ്റാച്ച് ചെയ്തു. എന്നിട്ട് ആ ബോഗി റിട്ടാർഡ് ചെയ്ത് 0-ലെത്തി, റെസ്റ്റിലെത്തി. ആ സമയം കൊണ്ട് നമ്മുടെ ട്രെയിന് ഇനീഷ്യലി ഉണ്ടായിരുന്ന അതേ സ്പീഡിൽ എന്ത് ചെയ്തു? d2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. വാഗൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് d1, അതിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ d1/d2ൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. വാഗൺ ട്രാവൽ ചെയ്തതിനേക്കാൾ ഡബിൾ ഡിസ്റ്റൻസ് ട്രെയിന് പോയിട്ടുണ്ട്. അത് മറന്നു പോരുത് കേട്ടോ. വാഗൺ ട്രാവൽ ചെയ്തതിനേക്കാൾ ഡബിൾ ഡിസ്റ്റൻസ് ആര് ട്രാവൽ ചെയ്തിട്ടുണ്ട്? ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ റേഷ്യോയിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്റ്റോൺ ടൈഡ് ടു ദി എൻഡ് ഓഫ് എ സ്ട്രിങ് 80 സെൻറ്റിമീറ്റർ ലോങ് ഈസ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ. ഒരു സ്റ്റോൺ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ കെട്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിളിൽ വേൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 revolutions in 25 seconds, the magnitude of acceleration is, ഇതാണ് ചോദ്യം. 14 revolutions in 25 seconds, magnitude of acceleration. ഇവിടെ ഇതൊരു സർക്കുലർ മോഷൻ ആണെന്നുള്ളത് ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഹൊറിസോണ്ടൽ സർക്കിളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലേ, ഹൊറിസോണ്ടൽ സർക്കിളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മുകളിൽ നിന്ന് അതിനെ വാച്ച് ചെയ്യാം. മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ഒരു സർക്കിളായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 14 revolutions in 25 seconds. ഓക്കെ, നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ. അപ്പം സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ, ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കും, യൂണിഫോം സ്പീഡാണ്, കോൺസ്റ്റന്റ് സ്പീഡ്. ഇതാ കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന് എങ്ങനെയാണ് ആക്സലറേഷൻ ഉണ്ടാവുക? കോൺസ്റ്റന്റ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് എങ്ങനെയാണ് ആക്സലറേഷൻ ഉണ്ടാവുക? അതാണ് സർക്കുലർ മോഷന്റെ പ്രത്യേകത. സർക്കുലർ മോഷനിൽ ഓരോ ഇൻസ്റ്റന്റിലും വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ആക്സിലറേഷൻ നിർബന്ധമാണ്. എന്നാലേ സർക്കുലർ മോഷൻ പോസിബിൾ ആവുള്ളൂ. ആ ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഒന്നുകിൽ അതിൻ്റെ v²/r ചെയ്യാം. എത്ര സ്പീഡിലാണോ സർക്കുലർ മോഷൻ പോകുന്നത് ആ സ്പീഡിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? r⍵². അവിടുത്തെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വെലോസിറ്റി എന്താ? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം. സിമിലർലി സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ആംഗുലാർ വെലോസിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ആംഗിൾ കവേർഡ് പെർ ടൈം. അതായിരിക്കും അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ചെയ്യാനുള്ളത്. സോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ റേഡിയസ് തന്നിട്ടുണ്ടോ? നോക്കിയേ, യെസ്, 80 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് 80 × 10⁻⁻² മീറ്റർ ആണ്. 80 സെൻറ്റിമീറ്റേഴ്സ് ആണ്. പിന്നെ അപ്പോൾ നമുക്ക് വേണ്ടത് ഒമേഗയാണ് വേണ്ടത്. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ തന്ന ഇൻഫർമേഷൻസ്? 14 revolution in 25 seconds. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ കവേർഡ് പെർ ടൈം ആണ്. അപ്പോൾ ഈ 14 revolution, ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണ്.
അല്ലേ? സോ 1 revolution is equal to, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 revolution is equal to 360 ഡിഗ്രി അഥവാ 2π റേഡിയൻ ആണ്. 2 യൂണിറ്റ് ഉണ്ട് ആംഗിളിന്, ഡിഗ്രി ഉണ്ട് റേഡിയനും ഉണ്ട്. അപ്പോൾ 2π റേഡിയൻ, SI യൂണിറ്റ് റേഡിയൻ ആണ്. ഓക്കെ, സോ 14 revolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 14 revolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താ, 14 into 2π റേഡിയൻ. ഇത്രയും ആംഗിളാണ് ആ 14 revolution കൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അത് 25 സെക്കൻഡിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒമേഗ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആണ് ആ തന്നിട്ടുള്ളത്. ആംഗുലാർ വെലോസിറ്റി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിന് പകരം, ഓക്കെ, നോർമൽ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഇവിടെ ആംഗുലാർ വെലോസിറ്റി ആയതുകൊണ്ട് ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, എത്ര ആംഗിൾ കവർ ചെയ്തു, ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അങ്ങനെയാണെന്നുള്ള ഇവിടെ ആംഗിൾ കവേർഡ് നോക്കുക, 14 into 2π ആണ്. 2πനെ നമുക്ക് മാറ്റി എഴുതാം, പൈനെ നമുക്ക് എന്ത് ചെയ്യാം, 22/7 എന്ന് എഴുതാം. ഓക്കെ, പൈൻ്റെ വാല്യൂ നമുക്ക് 22 divided by 7 എന്ന് എഴുതാം. സോ ദാറ്റ് ഇസ് 14ഉം 7ഉം ഡിവൈഡ് ചെയ്തിട്ട് 2 എന്ന് കിട്ടും, അല്ലെ? 4 into 22, സോ ദാറ്റ്സ് 88. ഓക്കെ, 88 revolutions ആണത്. ഓക്കെ, 88 റേഡിയൻ ആയിരിക്കും. ആംഗിളാണ് കിട്ടിയിട്ടുള്ളത്, SI യൂണിറ്റിലാണ്. 88 റേഡിയൻ ആണ്. 14 revolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 റേഡിയൻ, അതിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ, സോ 88 divided by 25 seconds, ഇതാണ് ഇവിടുത്തെ ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് യൂണിറ്റ് ഈസ് ഗോയിങ് ടു ബി മീറ്റർ പെർ സെക്കൻഡിന് പകരം റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും എന്തുണ്ടായിരിക്കും യൂണിറ്റ് ഉണ്ടായിരിക്കുക. സോ ആർ ഒമേഗ സ്ക്വയറിന് വേണ്ട എല്ലാം നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.8 ആണ് റേഡിയസ്, 88/25 ആണ് നമ്മുടെ ഒമേഗ, r into ഒമേഗ സ്ക്വയർ ആണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്, ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കണം, എന്നാലേ നമ്മുടെ ആൻസറിലേക്ക് എത്തുള്ളൂ. സോ ഞാൻ സ്ക്വയറിനൊക്കെ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, r ഒമേഗ സ്ക്വയറിന് ഈ രൂപത്തിലേക്കൊക്കെ എഴുതിക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസിൽ 20, 12, 9.98 ഒക്കെയാണ്. അപ്പോൾ ഏകദേശം ഈ നമ്പർ എവിടെ എത്തുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസർ ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 10ൻ്റെ അടുത്താണ് എത്തുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 10ൻ്റെ അടുത്താണ് നമ്മുടെ ആൻസർ എത്തുക. അപ്പോൾ എല്ലാവർക്കും റേഡിയസ് ക്വസ്റ്റ്യനിൽ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, 80 സെൻറ്റിമീറ്റർ ആണ്, അതായത് 80 into 10⁻⁻², 0.8 ആണ്. പിന്നെ വേണ്ടിയിരുന്നത് ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 14 into 2π. 14 into 2π എന്നത് എത്രയാണ് വന്നത്? യെസ്, 14 into 2 into 22/7 എന്ന് നമ്മൾ എഴുതി. അതിൽ 7ഉം 14ഉം ഡിവൈഡ് ചെയ്തിട്ടാണ് 2 വന്നത്. 2 into 2 4, 4 into 22 88 ആണ്. സോ 88/25ൻ്റെ സ്ക്വയർ. ഇത് അപ്രോക്സിമേറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10ൻ്റെ അടുത്താണ് എത്തുക, അല്ലെങ്കിൽ 9.9 എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 88/25 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 75/25 എത്രയാണ്? 75/25 3 ആണ്. അങ്ങനെയാണെങ്കിൽ 88/25 എന്ന് പറയുന്നത് ഒരു 3.5 ആണ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, 3.5 into 3.5 മൾട്ടിപ്ലൈഡ് ബൈ 0.8 ആണ്. 3.5 into 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർ ദാൻ 10 ആണ്. അപ്പോൾ ഒരു 12ൻ്റെ അടുത്ത് വരും, അല്ല? 3.5 into 3.5 35ൻ്റെ സ്ക്വയർ ആണ്. 35ൻ്റെ സ്ക്വയർ ആണ്, അത് മേ ബി ഒരു 12ൻ്റെ അടുത്ത് വരും. ആ 12നെ നമ്മൾ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 12നെ നമ്മൾ എന്ത് ചെയ്യണം? 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, യെസ്, ആ 12നെ നമ്മൾ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 12നേക്കാൾ താഴെയുള്ള ഒരു നമ്പറായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൻസറിലേക്ക് എത്തുക, 9.9 എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ ആർക്ക് ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ. ഇതും സർക്കുലർ മോഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ആർക്ക് ഇസ് 45 ഡിഗ്രി. ഇറ്റ് ടേക്സ് 2 seconds ടു കംപ്ലീറ്റ് ദി ആർക്ക്. വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദ പാർട്ടിക്കിൾ? ഇതാണ് ചോദ്യം. ഫ്രീക്വൻസി ഓഫ് ദ പാർട്ടിക്കിൾ എന്താണ്? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ജനറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓർ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ്. സർക്കുലർ മോഷനിലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓർ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം ഒന്നുകൂടെ റിവൈസ് ചെയ്യെല്ലാവരും. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓർ റൊട്ടേഷൻസ് പെർ
സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ നടക്കുന്നുണ്ട്, അതാണ് ഫ്രീക്വൻസി. ഇവിടെ അതിനു വേണ്ടി എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്, കാരണം സർക്കുലർ ആർക്ക് ഓഫ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ മൂവ്മെന്റ് ഒരു ആർക്കിലാണ് മൂവ്മെന്റ്. ഞാൻ ആർക്ക് വരക്കാം. ആർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 5 സെന്റിമീറ്റർ ആണ്. ഈ ആർക്കിന് നമുക്ക് ഇത് ഏത് സർക്കിളിന്റെ പാർട്ടാണോ അതിന്റെ ആ സെന്ററുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ആർക്ക് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി ആണ്. ഓക്കെ, ഇറ്റ് ടേക്സ് 20 സെക്കൻഡ്സ് ടു കംപ്ലീറ്റ് ദി ആർക്ക്. ഈ ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയം 20 ആണോ 2 ആണോ? 2 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 2 സെക്കൻഡ്സ് ആണ്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? ഇനി നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് നമ്മൾ എങ്ങനെ ഫ്രീക്വൻസിയിലേക്ക് എത്തും? 45 ഡിഗ്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സെക്കൻഡ്സ് എടുത്തു. അപ്പം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും തന്നിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഒന്നും നല്ലത്. നിങ്ങൾ ആലോചിക്കേണ്ടത് 45 ഡിഗ്രി കവർ ചെയ്യാൻ 2 സെക്കൻഡ്സ് എടുത്തുന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയാണ് ഒരു ഫുൾ സർക്കിൾ അല്ലേ? 45 ഡിഗ്രിയുടെ 8 ടൈംസ് ആണ് 360. അപ്പം 2 സെക്കൻഡ്സ് കൊണ്ട് 45 ഡിഗ്രി കവർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 16 സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 360 ഡിഗ്രി മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ഫുൾ റൊട്ടേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതാ 1 ഫുൾ റെവല്യൂഷൻ, ഈ സർക്കുലർ മോഷന്റെ ഒരു ഫുൾ റെവല്യൂഷന് വേണ്ടി എടുക്കുന്ന സമയം 16 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ആൻസറിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്തിന്റെ ആർക്കിന്റെ ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യമില്ല. അണ്ടർസ്റ്റുഡ്? ഫ്രീക്വൻസി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 1/16 ചെയ്താൽ മതി. കാരണം നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഇവിടെ 16 സെക്കൻഡിൽ ഒരു റെവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 1/16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കുന്നു കിട്ടും. സോ 1/16 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം, അത് നമുക്ക് 100/16 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം അത് എന്താണ്? 6.25 ആണ്. അപ്പോൾ നമ്മൾ 1/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. എത്രയായിരിക്കും ആൻസർ നോക്കുക? 6.25 0.025 0625 ഇതായിരിക്കും ആൻസർ. അപ്പം ഇതിൻ്റെ മീനിങ് ഇതാണ്, ഒരു സെക്കൻഡിൽ ഒരു ഫുൾ റൊട്ടേഷൻ നടക്കുന്നില്ല, 16 സെക്കൻഡ് എടുത്തിട്ടാണ് ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ ഒരു സെക്കൻഡിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ റൊട്ടേഷനെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ, റെവല്യൂഷനെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ 0.0625 ഹേർട്സ് ആയിരിക്കും. ഹേർട്സ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. സോ ആൻസർ ഇസ് 0.0625. അടുത്ത ചോദ്യം, എ സ്റ്റോൺ ടൈഡ് ടു ദി എൻഡ് ഓഫ് എ സ്ട്രിങ്. യെസ്, അതിൻ്റെ ആൻസർ 9.9 ആണ് നമുക്ക് കിട്ടിയതാണല്ലേ? യെസ്, ഇതിൻ്റെ ആൻസർ 0.0625 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the radii of circular path of 2 particles are in the ratio 1:2, then in order to have the same centripetal acceleration, their speeds should be in the ratio. സർക്കുലർ മോഷന്റെ ചോദ്യം തന്നെയാണ് വീണ്ടും. ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ് ഇവിടെ. ഓക്കെ, സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന്, ആ സർക്കുലറിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡ് v ആണെങ്കിൽ v²/r, അല്ലാന്നുണ്ടെങ്കിൽ r⍵². അപ്പോൾ ആംഗിളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ r⍵² യൂസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ പ്രീവിയസ്ലി വൺ ഓഫ് ദ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചത്. r⍵² ആണ് ഉപയോഗിച്ചത്. ഇനി അതല്ല, സ്പീഡാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ലീനിയർ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്, സ്പീഡിന്റെ റേഷ്യോ ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കും? v²/r ആണ് യൂസ് ചെയ്യേണ്ടി വരിക. a1/a2 ഈക്വൽ ടു, നമുക്ക് 2 കേസിലുമുള്ള ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. a1/a2 ഈക്വൽ ടു v1²/r ഡിവൈഡഡ് ബൈ v2² ഡിവൈഡഡ് ബൈ r. അങ്ങനെ എഴുതാൻ കാരണം റേഡിയസും ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ r1 r2. ഓക്കെ, സോ ഇത് നമ്മൾ റെസിപ്രോക്കൽ വെച്ച് ഡിനോമിനേറ്റർ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ കിട്ടുക? v1² v2² ഇൻറ്റു r2/r1. ഓക്കെ, r2/r1. അതിൽ തന്നെ r1/r2 ഇതാ എത്രയാണ്? r1/r2 1:2 ആണ്. പിന്നെ എന്താ, സെയിം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്. അപ്പൊ a1ഉം a2ഉം ഈക്വൽ ആണ്. മനസ്സിലായോ? സോ ഹിയർ എന്ത് ഈക്വൽ ആണ്? a1 ഈക്വൽ ടു a2 ആണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ, ദിസ് ഈസ് ആക്ച്വലി 1, ദിസ് ഷുഡ് ബി 1. a1ഉം a2ഉം ഈക്വൽ ആണെങ്കിൽ a1/a2 എന്താ? സോ ദെർഫോർ a1/a2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക, ഇത് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി v1²/v2². r2/r1 ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, അത് എന്തായിട്ട് മാറും? r1/r2 ആയിട്ട് മാറും.
v1 square by v2 square equal to r1 by r2. r1 by r2 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേഡിയസുകളുടെ റേഷ്യോ 1:2 ആണ്. സോ ദിസ് ഇസ് 1/2. അങ്ങനെയാണെങ്കിൽ v1 by v2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഇസ് 1/√2. രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാം, √2 എടുത്തു കഴിഞ്ഞാൽ 1/√2 എന്നുള്ള ആൻസറിലേക്ക് എത്താം. 1:2 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following velocity time graph shows realistic situation of a body in motion? ഗ്രാഫിന്റെ ചോദ്യമാണ്. സോ ഈ 4 ഗ്രാഫിനെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് ഗ്രാഫുകൾ അനലൈസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഈ ഗ്രാഫുകളുടെ പ്രത്യേകത? ഫസ്റ്റ് ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടാവില്ല. കാരണം ഒരേ സമയത്ത് 2 വെലോസിറ്റി പോസിബിൾ അല്ല. ഒരു സമയത്ത് ഒരു ഒബ്ജക്റ്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവുള്ളൂ ഇൻസ്റ്റന്റ് ആയിട്ട്. അല്ലാതെ ഒരേ സമയത്ത് ഒരാൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എങ്ങനെ മൂവ് ചെയ്യുക? അപ്പം ഈ ഗ്രാഫ് തെറ്റാണ്. അടുത്തത് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫാണ്. അത് മേ ബി ശരിയാവാനുള്ള സാധ്യത ഉണ്ട്. ഒരേ സമയത്ത് 2 വെലോസിറ്റി വരുന്നില്ല. ഇതിലും പ്രശ്നമാണ്. ഒരേ സമയത്ത് നമുക്ക് 2 വെലോസിറ്റി കാണാം, തെറ്റാണ്. ഒരേ സമയത്ത് 2 വെലോസിറ്റി കാണാം, തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 2 മാത്രമാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. കറക്റ്റ് ആയിട്ടൊരു ഗ്രാഫ് എന്ന് പറയാൻ നമുക്ക് സെക്കൻഡ് ഗ്രാഫിന് മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ചോദ്യം, ദ ഗ്രാഫ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം ഫോർ എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. During the interval OA, AB, BC, CD, acceleration of the particle respectively is. 4 regions ആയിട്ട് ഈ ഗ്രാഫിനെ ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ റീജിയനിലെയും ആക്സിലറേഷൻ്റെ അവസ്ഥ എന്താണെന്നാണ് ചോദ്യം. പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുക? അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോർഷൻ കണ്ടോ? ഫസ്റ്റ് പോർഷൻ ഒരു കർവ് ആണ്. അത് അത്ര തന്നെ ഒരു ആവേശം കുറഞ്ഞൊരു കർവാണ്. അത് പെട്ടെന്ന് കൂടുന്നില്ല. എ ബി എന്ന് പറയുന്ന പോർഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബി സി ഇസ് ഓൾസോ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എ സി എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടോ, ഈ പാർട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച ആളുകൾക്കറിയാം അവിടെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ പാർട്ടിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പം എ ബിയിലും ബി സിയിലും ആക്സിലറേഷൻ 0 ആണ്. എ ബിയിലും ബി സിയിലും ആക്സിലറേഷൻ 0 ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസേ അവൈലബിൾ ആയി, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് മാത്രം മനസ്സിലാക്കിയ ഒരാൾക്ക് എ ബി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ 0 ആണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ആൻസർ ചൂസ് ചെയ്യാം. ഓപ്ഷൻ 4 ആണെന്ന്. കാരണം എ ബിയിലും ബി സിയിലും 0 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി നമുക്ക് എന്തുകൊണ്ട് ഒ എ നെഗറ്റീവും എന്തുകൊണ്ട് സി ഡി പോസിറ്റീവ് ആയതും കൂടെ നോക്കാം. ഇപ്പോൾ ഒ എ ആൻഡ് സി ഡി ആ ഗ്രാഫിന്റെ ഷേപ്പ് ഒരു കേർവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഒരു കേർവ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഈ ഷേപ്പ്, ഈ കോൺകേവ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ കർവിന് കോൺകേവ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, നിങ്ങൾ കണ്ടില്ലേ, അത് ചെറിയ സമയം കൊണ്ടാണ് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. സിയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ ചെറിയ സമയം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലോജിക്കലി തന്നെ പറയാം അവിടെ ഭയങ്കര ഫാസ്റ്റ് ആണ് വണ്ടി എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ആക്സിലറേഷൻ >0 ആണ് ഈ പാർട്ടിൽ. ആൻഡ് ഓയിൽ നിന്ന് എയിലെത്താൻ കണ്ടോ, ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. കാരണം അവിടെ എന്താണ്? ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്നുള്ളത് ആ ഷേപ്പ് നോക്കി മനസ്സിലാക്കാം. സോ ഒരു കോൺവെക്സ് ഷേപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ കോൺകേവ് ഷേപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. സോ ആൻസർ ഇസ് 4th മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. വീണ്ടും ഗ്രാഫിലെ ചോദ്യമാണ്. ഫിഗേഴ്സ് 1 to 5 ഷോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ ഇൻ 1 dimension. Here S, V, A and T represent the displacement, velocity, acceleration and time respectively. Which of the below graph represent uniform motion? സിമ്പിൾ ചോദ്യമാണ്. ഇതിൽ ഏതാണ് യൂണിഫോം മോഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, എസ് ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണിത്. നോക്കി നിങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഒരു കേർവ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് യൂണിഫോം മോഷൻ അല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, സോ ഈ ഗ്രാഫിന്റെ പ്രത്യേകതകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഷേപ്പ് എന്താ? കോൺകേവ് ആണ്. സോ ആക്സിലറേഷൻ പോസിറ്റീവ് 0 ആണ്. നോൺ യൂണിഫോം ആണത്. നോൺ യൂണിഫോം ആണ്. രണ്ടാമത്തെ ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാം ആക്സിലറേഷൻ 0 ആണ്, വി ഒരു കോൺസ്റ്റന്റ് ആണ്. സോ സെക്കൻഡ് വണ് ഡെഫിനറ്റ്ലി യൂണിഫോം മോഷൻ ആണെന്ന് ഉറപ്പിക്കാം. തേർഡ് വണ്ണിലേക്ക് പോകുമ്പോൾ അഗൈൻ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാ. ഗ്രാഫ് മാറി കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു കേർവ് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു കേർവ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം അഗൈൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ തന്നെ കോൺസ്റ്റന്റ് അല്ല.
ആക്സിലറേഷൻ തന്നെ കോൺസ്റ്റന്റ് അല്ല. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. ദാറ്റ്സ് ഓക്കെ. ഈ ഫോർത്ത് വൺ നോക്കുക. ഫോർത്ത് വൺ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ എന്ന് വെച്ചാൽ യൂണിഫോം മോഷൻ ആണോ? അല്ല, അവിടെയും വെലോസിറ്റി വേരിയിങ് ആണ്. അപ്പോൾ വി ടി ഗ്രാഫിൽ യൂണിഫോം മോഷൻ തിരിച്ചറിയാൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് നോക്കിയാൽ മതി. ലാസ്റ്റ് വണ്ണിലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്, അത് AT ഗ്രാഫാണ്. അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അത് കോൺസ്റ്റന്റ് ആണ് ആക്സിലറേഷൻ എന്നുള്ളത്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷെ അതൊന്നും കാര്യമില്ല. അപ്പോൾ ഇവിടെ യൂണിഫോം മോഷൻ എന്ന് പറയാവുന്നത് ഒരൊറ്റ ഗ്രാഫ് മാത്രമാണ് യൂണിഫോം മോഷൻ എന്ന് പറയാവുന്നുള്ളൂ, അത് സെക്കൻഡ് മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. 2 ഓൺലി, സെക്കൻഡ് ഗ്രാഫ് മാത്രമേ യൂണിഫോം മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്, ഇഗ്നോർ എയർ റെസിസ്റ്റൻസ്, take the upward motion as positive. Which one of the following graphs represent the velocity of the ball as a function of time? Time is plotted along the horizontal axis in all the cases. ഇതിൽ ഒരു ഒബ്ജക്റ്റിനെ വെർട്ടിക്കലി ത്രോ ചെയ്താൽ അത് മുകളിൽ പോയി തിരിച്ചു വരുന്ന ഗ്രാഫ് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ പ്രീവിയസ്ലി പാർട്ട് 1ലും ഒരു സിമിലർ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് ത്രോ ചെയ്യാണ്, അത് മുകളിൽ പോയി എവിടെ എത്തും? അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തിയിട്ട് അത് തിരിച്ചു വരും, അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. ആ ഗ്രാഫ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നല്ല മാഗ്നിറ്റ്യൂഡാണ് വെലോസിറ്റിക്ക് ഉണ്ടാവുക. ആ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് 0-ലെത്തും. മാക്സിമം ഹൈറ്റിലെത്തുമ്പം V0 ആണ്. ഓക്കെ. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, കാരണം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഓക്കെ, എ ഈസ് കോൺസ്റ്റന്റ്, നമ്മുടെ ഗ്രാവിറ്റി ആണ്. അതിന്റെ മീനിങ് എന്താ? VT ഗ്രാഫ് എന്തായിരിക്കണം? VT ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, VT ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ഒക്കെ കട്ട് ചെയ്യാം. ഓപ്ഷൻ ബി ഒന്നും വരില്ല, കാരണം സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം. പിന്നെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇനീഷ്യലി നല്ലോണം ഉണ്ടാവണം, അത് കുറഞ്ഞ് വന്ന് 0 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിലേക്ക് എത്തണം. പിന്നെ തിരിച്ചു വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം എന്ന് മാത്രമല്ല ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. അങ്ങനത്തെ ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നില്ല, ഇവിടെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് സി ചൂസ് ചെയ്യാം. കാരണം എന്താണെന്നറിയാം, ഇനീഷ്യലി നല്ല ഒരു വെലോസിറ്റിയിൽ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് 0-ലെത്തുന്നു, പിന്നെ വീണ്ടും മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഗ്രാഫ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ വാഗൺ ബ്രേക്സ് എവേ ഫ്രം എ ട്രെയിൻ. ഈ ചോദ്യം നമ്മൾ ഇന്ന് തന്നെ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അതിൽ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 2 വർഷങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്, രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ദ ട്രെയിൻ കണ്ടിന്യൂസ് വിത്ത് ദ സെയിം കോൺസ്റ്റന്റ് സ്പീഡ് ആസ് ഇറ്റ് ഹാഡ് ആൻഡ് കവേഴ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് D. ഓക്കെ, കവേഴ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് D. അതേ ചോദ്യമാണ് കേട്ടോ, ഇപ്പോൾ തൊട്ട് കുറച്ച് മുന്നേ ചെയ്ത അതേ ചോദ്യമാണ്. വൈൽ ദ വാഗൺ കംസ് ടു റെസ്റ്റ്, ഇഫ് ദ വാഗൺ സ്റ്റോപ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, വാട്ട് ഡിസ്റ്റൻസ് ഡസ് ഇറ്റ് കവർ? അപ്പോൾ ഇവിടെ D1/D2ൻ്റെ റേഷ്യോ അല്ല ചോദിച്ചിട്ടുള്ളത്. ട്രെയിൻ D ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വാഗൺ അപ്പോൾ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാകും? ക്വസ്റ്റ്യൻ ബാക്കി എല്ലാം സെയിം ആണ്. അവിടെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ D1/D2 എന്നുള്ള റേഷ്യോ എടുത്തത് അല്ലേ? D1/D2 എന്നുള്ള റേഷ്യോ ആ ക്വസ്റ്റ്യനിൽ എടുത്തപ്പോൾ നമുക്ക് 1/2 എന്നുള്ള ആൻസർ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. യെസ്, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിന് ഡബിൾ ആണ്, വാഗണ്ടത് പകുതിയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയതാണ്. സെയിം ആൻസർ തന്നെയാണ് ഇവിടെയും വരിക. ഇവിടെ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് D ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് D ആണെന്നുണ്ടെങ്കിൽ അതല്ലേ തന്നത്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ട്രെയിൻ. ഓക്കെ, യെസ്, ദ ട്രെയിൻ കണ്ടിന്യൂസ് വിത്ത് ദ സെയിം സ്പീഡ് ആൻഡ് ഇറ്റ് കവേഴ്സ് ദ ഡിസ്റ്റൻസ് D. അങ്ങനെയാണെങ്കിൽ വാഗൺ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച ഒരാൾക്ക് നേരെ ആൻസർ ചെയ്യാം. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻസർ മസ്റ്റ് ബി ഓപ്ഷൻ ബി, D/2. അടുത്ത ചോദ്യം, എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. V1, V2, V3 denote the average velocities in 3 successive intervals of time, T1, T2 and T3. Which of the following relations is correct? എന്നുള്ളതാണ് ചോദ്യം. V1 - V2 is to V2 - V3 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഒരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പം LHSലെ റേഷ്യോസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ടൈം.
അപ്പോൾ ആദ്യം നമുക്ക് ഈ ജേർണി ഒന്ന് മനസ്സിലാക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ V1, V2, V3 ആവറേജ് വെലോസിറ്റീസ് ആണ്, യൂണിഫോം ആയിട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. സക്സസീവ് ടൈം ഇൻ്റർവെലാണ് T1. ഓക്കെ, അതായത് ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടുന്ന് ഇവിടം വരെ പോകാനുള്ള ടൈമാണ് T1 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഇൻ്റർവെൽ നമുക്ക് കുറച്ച് അപ്പുറത്തെടുക്കാം. ഓക്കെ, ഇവിടെ മുതൽ അടുത്ത ഒരു ഇൻ്റർവെൽ വരെ T2 സക്സസീവായിട്ട് ആദ്യം T1, പിന്നെ അടുത്തൊരു ടൈം ഇൻ്റർവെൽ T2. അത് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇവിടെ മുതൽ അടുത്ത ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ മുതൽ അവിടേക്കുള്ള ടൈമാണ് T3. ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി പറയുന്ന വേറൊരു കാര്യം എന്താണ്, പിന്നെ പറയുന്നത് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ V1 ആൻഡ് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ 1 by 1 ആയിട്ട് ഇതിൻ്റെ പ്രോപ്പർ സൊല്യൂഷൻ ചെയ്തിട്ട് ആൻസറിലേക്കൊക്കെ എത്തും. പക്ഷെ അങ്ങനെ ഒരു സൊല്യൂഷനും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ദി എക്സാം നിങ്ങൾക്ക് ഇവിടെയും നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ഇട്ട് കൊടുക്കാം. ഈ പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഇനീഷ്യലായിട്ട് ഒരു കേസ് എടുക്കുകയാണ്. അതായത് സപ്പോസ് U0 ആണ്. U0 ആണോ അല്ലേന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല U0 ആണോ അല്ലേ എന്നുള്ളത്. ബട്ട് ഇതൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഇനീഷ്യൽ സ്പീഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് വാലിഡ് ആവണം. ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണോ അത് വാലിഡ് ആവണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. യുക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. യുവിന് ഞാൻ 0 കൊടുത്തിട്ട് ഈ റേഷ്യോ നിങ്ങൾ നോക്കുക. V1, V2, V3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റീസ് ഇൻ ഫസ്റ്റ് ഇൻ്റർവെൽ, ദെൻ സെക്കൻഡ് ഇൻ്റർവെൽ, തേർഡ് ഇൻ്റർവെൽ. സോ ഡെഫിനറ്റ്ലി ഓരോ ഇത് ആക്സിലറേറ്റിംഗ് ആണ് അല്ലേ, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ ഇത് പോകുന്നതിനനുസരിച്ച് സ്പീഡ് കൂടി വരിക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം V3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കും അല്ലേ. V1, V2, V3 എന്ന് പറയുന്നത് ഇവിടുത്തെ ആവറേജ് ആണ് V1. ഈ ഇൻ്റർവെല്ലിലെ ആവറേജ് സ്പീഡാണ് V2. ഈ ഇൻ്റർവെല്ലിലെ ആവറേജ് വെലോസിറ്റിയാണ് V3. അപ്പം ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഓരോ ഇൻ്റർവെല്ലിലും സ്പീഡ് കൂടി വരിക ചെയ്യാം. സോ ഡെഫിനറ്റ്ലി V3 ഗ്രേറ്റർ ദാൻ V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് വരും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ന്യൂമറേറ്റർ ഒക്കെ V1 മൈനസ് V2 ആണ്, ഡിനോമിനേറ്റർ V2 മൈനസ് V3. ഒരിക്കലും ഇത് 0 ആവില്ല. ഇതിൻ്റെ ആൻസർ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. കാരണം ഇതൊക്കെ വേറെ നമ്പേഴ്സ് ആണ് അല്ല, ഇതൊക്കെ വേറെ നമ്പേഴ്സ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് 0 വരും എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരിക്കലും 0 വരില്ല. ഓക്കെ, യെസ്. അതിനുശേഷം നിങ്ങൾ ആലോചിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ ഇതാ T1 മൈനസ് T2 ആണ് 3 ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ എടുക്കുന്ന ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്ന ഷോർട്ട് കട്ട്, ഞാൻ ആ ഷോർട്ട് കട്ടിൽ എന്ത് ചെയ്തു, T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T3 ഈക്വൽ ടു 1 എന്ന് പറയുന്നു. ഞാൻ എടുക്കുകയാണ്, അസ്യൂം ചെയ്യാണ്. അങ്ങനെ എടുക്കാറോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഈക്വൽ ആണോ അൺഈക്വൽ ആണോ ടൈം ഇൻ്റർവെൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്തിന് വാലിഡ് ആയിരിക്കണം, ഈക്വലിനും വാലിഡ് ആയിരിക്കണം, അൺഈക്വലിനും ഒക്കെ വാലിഡ് ആയിരിക്കണം. T1, T2, T3. ഓക്കെ, അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 ഓപ്ഷൻസിലും T1 മൈനസ് T2 ആണുള്ളത്. അപ്പോൾ 1 മൈനസ് 1 എന്ത് വരും, 0 വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരിക്കലും 0 വരില്ല എന്നുള്ളത് നമുക്ക് ആ V1, V2, V3ൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് പറയാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ന്യൂമറേറ്ററിൽ നിങ്ങൾ നോക്കുക, 0 വന്നിട്ടുണ്ട് 3 ഓപ്ഷൻസിലും. 0 വരാത്ത ഒരൊറ്റ ഓപ്ഷനുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ B ആയിരിക്കും എന്നുള്ളത് ആ ഒരു രൂപത്തിൽ ചിന്തിച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. കാരണം ഇവിടെ ഒരിക്കലും 0 വരില്ല. ഓക്കെ, ആ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വൽ സൊല്യൂഷൻ എന്നുള്ളത് കണ്ടുപഠിക്കാം. ഓക്കെ, ശരിക്കും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആൻസർ B ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഇതിലൂടെ തന്നെ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ V3 ഗ്രേറ്റർ ദാൻ V2 ഗ്രേറ്റർ ദാൻ V1 എന്നൊക്കെ മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കുക, റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് V1ലേക്കൊക്കെ നമുക്കിതാ പോയി നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഇൻ ജനറൽ ആയിട്ട് ഇവിടെ ഒരു U ഉണ്ടെന്ന് എടുക്കാം. ഇനീഷ്യൽ സ്പീഡ് U ആണെന്ന് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് U ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പീഡ് എത്രയായിരിക്കും, U പ്ലസ് A T1 ആയിരിക്കും അല്ലേ, കറക്റ്റ് അല്ലേ? കാരണം V ഈക്വൽ ടു U പ്ലസ് A T. അപ്പോൾ ഇനി ഈ സ്പീഡിൽ അടുത്ത ഇൻ്റർവെൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അടുത്ത ഇൻ്റർവെല്ലിലെ സ്റ്റാർട്ടിംഗ് സ്പീഡ് ഇതാ, അടുത്ത ടൈം ഇൻ്റർവെല്ലിലെ സ്റ്റാർട്ടിംഗ് സ്പീഡ് U പ്ലസ് A T1 ആണ്. പിന്നെ T2 സമയം കൂടുതൽ ആക്സിലറേഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പീഡ് എത്രയായിരിക്കും, U പ്ലസ് A T1. അത് ആദ്യമുള്ള സ്പീഡാണ്, രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിൻ്റെ ഇനീഷ്യൽ സ്പീഡാണത്. അതിൻ്റെ കൂടെ ഒരു A T2 കൂടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇനി ലാസ്റ്റത്തെ ഇൻ്റർവെൽ തീരുമ്പോഴുള്ള സ്പീഡ് എത്രയാണ്, അടുത്തത് T3 എന്ന് പറയുന്ന ഇൻ്റർവെൽ നിങ്ങൾ വാച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്പീഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് U പ്ലസ് A T1 പ്ലസ് A T2 എന്ന് പറയുന്ന സ്പീഡിലാണ് ഈ മൂന്നാമത്തെ ഇൻ്റർവെല്ലിൽ ബിഗിനിങ്.
അവിടേക്ക് എന്തും കൂടെ ഉണ്ടാകും, ഒരു AT3 കൂടെ ഉണ്ടാകും, ഒരു AT3 കൂടെ ഉണ്ടാകും. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് V1 V2 V3 ആണ്. ഓക്കെ, V1 V2 V3 ആണ് നമുക്ക് വേണ്ടത്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഒന്നും അല്ല V1 V2 V3, ഇവിടുത്തെ ആവറേജ് ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇൻ എൻ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അതായത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ടൈം ഇന്റർവെലിന്റെ ഇനീഷ്യൽ സ്പീഡും ഫൈനൽ സ്പീഡും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി, V ഇനീഷ്യൽ പ്ലസ് V ഫൈനൽ ബൈ 2. അപ്പോൾ V1ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, V1ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U പ്ലസ് AT1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതാണ് V1ന്റെ വാല്യൂ, ഇവിടുത്തെ ആവറേജ് സ്പീഡ്. ഇനി V2ന്റെ വാല്യൂ എന്താണ്? V2ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ 2U പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡഡ് ബൈ 2, അതാണ് അവിടുത്തെ ആവറേജ് സ്പീഡ്. 2U പ്ലസ് 2 ടൈംസ് AT1 പ്ലസ് AT2 ഡിവൈഡഡ് ബൈ 2, ഇതാണ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. V3 അപ്പം എന്തായിരിക്കും, തേർഡ് ഇന്റർവെലിന്റെ ഇനീഷ്യൽ സ്പീഡും ഫൈനൽ സ്പീഡും അതും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആവറേജിലേക്ക് എത്താം നമുക്ക്. ഓക്കെ, സോ അവിടെ എന്താ വരാൻ പോകുന്നത്, 2U പ്ലസ് 2AT1 പ്ലസ് 2 തവണ AT2 ആഡ് ചെയ്യാനുണ്ട്, 2AT2 പ്ലസ് AT3 ഡിവൈഡഡ് ബൈ 2, ഇതാണ് അവിടുത്തെ ആവറേജ്. ഇപ്പോഴും ആൻസറിലേക്ക് എത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല. കാരണം നമുക്ക് വേണ്ടത് V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ V2 മൈനസ് V3 എന്നുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ V1 മൈനസ് V2 എന്താണെന്ന് എഴുതി നോക്കാം. V1 മൈനസ് V2. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് V1 മൈനസ് V2 എന്താണ്. ഓക്കെ, V1 മൈനസ് V2 എവിടെ, V1 മൈനസ് V2, യെസ്, V1 ഇതാ, V2 ഇതാ. അപ്പോൾ ഇവിടെ V1 ചെറുതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ V1 V2 V3 ചെയ്യുന്ന സമയത്ത് ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ V1 മൈനസ് V2 എഴുതുമ്പോൾ നിങ്ങൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഇതാ V1ൽ നിന്ന് V2 സബ്ട്രാക്ട് ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി. U മൈനസ് 2U എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, മൈനസ് U ആയിട്ട്. ഇവിടെ 2U ഓൾറെഡി ഉണ്ട് അല്ലേ, യെസ്, ഇവിടെയും ഓൾറെഡി 2U ഉണ്ട്. അപ്പോൾ ഈ 2U മൈനസ് 2U V1 മൈനസ് V2 ചെയ്യുമ്പോൾ പോകും. AT1 മൈനസ് ഒരു 2AT1ൽ നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. സോ എന്താണ് ആൻസർ വരാൻ പോകുന്നത്, മൈനസ് AT1 പ്ലസ് AT2 ബൈ 2 ആണ്. ഓക്കെ, സോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാകും. ഇത് നിങ്ങൾ തന്നെ സബ്ട്രാക്ട് ചെയ്ത് നോക്കി, ഈ ഫ്രാക്ഷൻ നിങ്ങൾ തന്നെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 2U ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അത് സബ്ട്രാക്ട് ചെയ്ത് പോകും. AT1ഉം കഴിഞ്ഞിട്ട് അവിടെ ഒരു എന്ത് വരും, മൈനസ് AT1 വരും. ആൻഡ് V1 മൈനസ് V2 അല്ലേ, യെസ്, അപ്പോൾ ഇവിടെയും മൈനസ് വരും, ടോട്ടലി മൈനസ് വരും. V1 ചെറുതായതുകൊണ്ട് എന്തായാലും അവിടെ എന്ത് വരും, മൈനസ് നമുക്ക് വരുന്ന ഉറപ്പിക്കാം. അടുത്തത് V2 മൈനസ് V3 ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, V2 മൈനസ് V3 ചെയ്യുമ്പോൾ അഗൈൻ എന്താ, V2 മൈനസ് V3 ചെയ്യാൻ പോവാണ് കേട്ടോ. 2U മൈനസ് 2U അത് പോയി. 2AT1 മൈനസ് 2AT1 അതും പോയി. AT2 മൈനസ് 2AT2 അവിടെ ഒരു മൈനസ് AT2 വരും. ഓക്കെ, അപ്പം അവിടെ മൈനസ് AT2 മൈനസ് AT3 ഡിവൈഡഡ് ബൈ 2 വരും. സോ ഈ ഫ്രാക്ഷൻസ് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് വെക്കുക. V2 മൈനസ് V3 ഒന്ന് ചെയ്ത് വെക്കുക. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. കോമൺ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക, നമ്മുടെ LCM മെത്തേഡൊക്കെ പോലെ തന്നെ. ഓക്കെ, യെസ്, ഇനി ഇതിന്റെ റേഷ്യോ അല്ല ചോദിച്ചത്. സോ ദെർഫോർ ഇതിന്റെ റേഷ്യോ എടുക്കാം, V1 മൈനസ് V2. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരുന്നു, V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ V2 മൈനസ് V3. ഇത് എത്രയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ, അത് നമുക്ക് ചെയ്ത് നോക്കാം. So that is equal to minus AT1 minus AT2 divided by 2 whole divided by minus AT2 minus AT3 divided by 2. അതിൽ നിങ്ങൾക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം, 2 and 2 ക്യാൻസൽ ചെയ്യാം. മൊത്തത്തിൽ മൈനസ് എല്ലായിടത്തും ഉണ്ട്. ഒരു -1 കൊണ്ട് മേലെയും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടേംസ് പോസിറ്റീവായിട്ട് മാറും. അതുപോലെ തന്നെ എല്ലാ ടേമിലും A ഉണ്ട്, Aയും ക്യാൻസൽ ആയി പോയിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തും. എന്താണ് ആൻസർ, T1 പ്ലസ് T2 ഡിവൈഡഡ് ബൈ T2 പ്ലസ് T3 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ, T1 പ്ലസ് T2 ബൈ T2 പ്ലസ് T3. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനിലും കൂടെ പ്ലസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. ഇവിടെ മൂന്നിലും നെഗറ്റീവ് വന്നതുകൊണ്ടാണ് 0 ആവാൻ പാടില്ല, അതുകൊണ്ട് ബി ആൻസർ ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തതാവാം, ക്വസ്റ്റ്യൻ ഇട്ടതാവാം. സോ ആൻസർ എന്തായാലും ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ആണ്.
It is not possible to have constant velocity and variable acceleration. കോൺസ്റ്റന്റ് വെലോസിറ്റിയും വേരിയബിൾ ആക്സിലറേഷൻ അതൊരിക്കലും പോസിബിൾ അല്ല. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, ബൈ ടൈം ടേക്കൺ. അപ്പം വെലോസിറ്റിയിൽ മാറ്റമില്ലാതെ ഒരിക്കലും ആക്സിലറേഷൻ ഉണ്ടാവില്ല. സോ അസേർഷൻ ഈസ് കറക്റ്റ്. ആക്സിലറേറ്റഡ് ബോഡി കനോട്ട് ഹാവ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ശരിയാണ്, അത് തന്നെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ. ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഒരിക്കലും കോൺസ്റ്റന്റ് വെലോസിറ്റി ഉണ്ടാവില്ല. സോ അസേർഷൻ ആൻഡ് റീസൺ ട്രൂ ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. യെസ്, ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, average velocity can be zero but average speed of a moving body cannot be zero in any finite interval. ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി സീറോ ആവാം, കാരണം പോയ അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയാൽ, സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ തിരിച്ചെത്തിയാൽ ആവറേജ് വെലോസിറ്റി സീറോ. പക്ഷേ അതിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ആവറേജ് സ്പീഡ് ഒരിക്കലും സീറോ ആവില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, കാരണം സ്പീഡ് സ്കെയിലറാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അത് സീറോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പീഡ് എപ്പോഴും ഉണ്ടാവും. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഫോർ എ മൂവിങ് ബോഡി ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി സീറോ ബട്ട് ഡിസ്റ്റൻസ് ക്യാൻ നെവർ ബി സീറോ. ശരിയാണ്, കാരണം ഡിസ്പ്ലേസ്മെന്റിനെയും ഡിസ്റ്റൻസിനെയും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഒബ്ജക്റ്റിന്റെ സീറോ ആവാം, പക്ഷേ ടോട്ടൽ ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവാൻ കഴിയില്ല മൂവ് ചെയ്തൊരു ഒബ്ജക്റ്റിന്റെ. അത് തന്നെയാണ് ഫസ്റ്റിന്റെ കാരണം. സോ നമുക്ക് പറയാം ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ NSE JS വേണ്ടിയിട്ട് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ്. ഡെഫിനറ്റ്ലി നമ്മുടെ സ്കൂൾ സിലബസ് ആയിട്ടും സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മുകളിൽ തന്നെയാണ് ഒളിമ്പിയാഡ് എക്സാംസ് എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടു +1 നോളജ് വേണം. +1 നോളജ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെക്ടേഴ്സ് അറിയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് പോലും ഒരു 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഒളിമ്പിയാഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, സയൻസ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ ഇഷ്ടമുള്ള, അതിൽ കൂടുതൽ പഠിക്കണം, ഒരു സ്കൂളിലൊന്നും നിന്നാൽ പോരാ, അതിനേക്കാളൊക്കെ മുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോ ഫ്രണ്ട്സോ ക്ലാസ്മേറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിൻ്റെ പാർട്ടാവുക. നമ്മൾ ഉദ്ദേശിക്കുന്നതും അതാണ്, നിങ്ങളെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ എക്സൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. A+ ഒന്നും A1 ഒന്നുമല്ല, അതിനേക്കാളൊക്കെ മുകളിലേക്ക് ഇതുപോലത്തെ എക്സാമിനേഷൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ബാക്കി കെമിസ്ട്രി അതുപോലെ ബയോളജിയുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. IOQM എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിൻ്റെ ഒളിമ്പിയാഡ് ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് യൂട്ടിലൈസ് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.